പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷവും അനധികൃത കുടിയേറ്റക്കാരെ എത്തിച്ചത് കൈവിലങ്ങിട്ട് 117 യാത്രക്കാരുമായി ഇന്നലെ പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങിയ വിമാനത്തിലെ പുരുഷന്മാരെയാണ് കൈവിലങ്ങ് അണിയിച്ച് കൊണ്ടുവന്നത്. എന്നാൽ സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങ് അണിയിച്ചിരുന്നില്ല. 157 അനധികൃത കുടിയേറ്റക്കാരുമായുള്ള മൂന്നാമത്തെ സൈനിക വിമാനം ഇന്ന് രാത്രിയോടെ അമൃത്സറിലെത്തും. കുറ്റവാളികൾക്കെതിരെയുള്ള അമേരിക്കയുടെ ഫെഡറൽ നിയമങ്ങളുടെ ഭാഗമാണ് ഈ വിലങ്ങ് ഇടിയിൽ എന്ന് ചിലരൊക്കെ ന്യായീകരിക്കുന്നെങ്കിലും അത് ശരിക്കും ഇന്ത്യയുടെ ഹൃദയത്തിനേൽക്കുന്ന ഒരു മുറിവായിട്ട് കാണുന്നവരുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ തവണ അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ അമൃത്സറിലെ വിമാനത്താവളത്തിൽ കൈവിലങ്ങുകളും കാൽവിലങ്ങുകളും അണിയിച്ച് ഇറക്കിയത് വലിയ വിവാദമായിരുന്നു. പ്രതിപക്ഷം പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ച് പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്നലെ രാത്രി മടങ്ങിയെത്തിയ രണ്ടാമത്തെ അമേരിക്കയുടെ സൈനിക വിമാനത്തിലും ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ പുരുഷന്മാരെ കൊണ്ടുവന്നത് കൈവിലങ്ങുകളും വിലങ്ങുകളും അണിയിച്ച് തന്നെയാണ്. എന്നാൽ സ്ത്രീകളെ ഇത്തവണ വിലങ്ങുകൾ അണിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. രണ്ടാമത്തെ വിമാനത്തിൽ 117 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ കുട്ടികൾ ഇത്തവണ ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ വിമാനത്തിൽ എന്നാണ് അധികൃതരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. 65 പേർ പഞ്ചാബിൽ നിന്നും, 33 പേർ ഹരിയാനയിൽ നിന്നും, 8 പേർ ഗുജറാത്തിൽ നിന്നും, 3 പേർ ഉത്തർപ്രദേശിൽ നിന്നും, ഗോവ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും 2 പേർ വീതവും, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോരുത്തർ വീതവുമാണ് ഈ രണ്ടാമത്തെ വിമാനത്തിൽ മടങ്ങിയെത്തിയത്. ഈ വിലങ്ങുകൾ അണിയിച്ചതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും ഇക്കാര്യത്തിൽ പരിഹാരമാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും അത് അമേരിക്കയുടെ നയമാണ് എന്ന വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ കാര്യം, ആ ഒരു ന്യായീകരണത്തിൽ തന്നെ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു മാറ്റം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ ഉണ്ടായിട്ടില്ല. വിലങ്ങുകൾ അണിയിച്ച് തന്നെയാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതേസമയം ആദ്യ വിമാനത്തിൽ സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ വിലങ്ങുകൾ അണിയിച്ചിരുന്നു. പാർലമെന്റിൽ വിദേശകാര്യമന്ത്രി എന്നാൽ കുട്ടികളെയും സ്ത്രീകളെയും വിലങ്ങണിയിക്കാറില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഇത്തവണ അനുസരിച്ചിരിക്കുന്നു. സ്ത്രീകളെ ഇത്തവണ വിലങ്ങണിയിച്ചിട്ടില്ല. അതേസമയം മടങ്ങിയെത്തിയ പുരുഷന്മാരെ മുഴുവനായും 112 പേരെയും വിലങ്ങുകൾ അണിയിച്ച് തന്നെയാണ് ഇന്ത്യയിൽ കൊണ്ടുവന്നിറക്കിയത്. എസ് കെ എൻ. ബൽറാം, ഈ കാര്യത്തെക്കുറിച്ച് വിദേശ മന്ത്രാലയം എന്തെങ്കിലും നിലപാട് പറഞ്ഞോ? കാര്യം അമേരിക്കൻ നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറ്റവാളികളെ വിലങ്ങണിയിച്ച് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു നിലപാടുണ്ടല്ലോ. ആ നിലപാടിനെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയം എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടോ? എസ് കെ എൻ, ആദ്യ വിമാനത്തിൽ ഇന്ത്യക്കാരെ വിലങ്ങുകൾ അണിയിച്ചുള്ള വിവരം പുറത്തു വന്നത് തന്നെ US ഏജൻസി തന്നെ പങ്കുവച്ച ദൃശ്യങ്ങളിലാണ്. കാരണം ഈ വിമാനത്താവളത്തിനകത്ത് സൈനിക വിമാനത്തിൽ ഇവരെ കൊണ്ടുവന്ന് ഇറക്കി പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് പുറത്തേക്ക് ഇറക്കുന്നത്. മാധ്യമങ്ങൾക്ക് അകത്തേക്ക് പോകാനോ ദൃശ്യങ്ങൾ പകർത്താനോ നിലവിൽ അനുവാദം ഇല്ല എന്നുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏജൻസി പങ്കുവച്ച ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ വിലങ്ങുകളുടെ വിവരം പുറത്തു വന്നത്. ഇത്തവണ ആകട്ടെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ഏജൻസി പങ്കുവച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ വിവാദമാവുകയും പാർലമെന്റിൽ വലിയ പ്രതിഷേധം ഉയർന്ന പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി വിശദീകരിക്കുന്ന ഘട്ടത്തിലാണ് വിലങ്ങുകൾ അണിയിച്ച് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ മടക്കി അയക്കുക എന്നുള്ളത് അമേരിക്കയുടെ നയമാണ് എന്നും സ്ത്രീകളെയും കുട്ടികളെയും വിലങ്ങുകൾ അണിയിക്കാറില്ല എന്നുമുള്ള വിശദീകരണം അല്ലെങ്കിൽ ന്യായീകരണം വന്നത്. അതിന് പിന്നാലെ ഈ പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തിൽ ഇതിൽ മാറ്റമുണ്ടാകും, ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റക്കാരോട് അനധികൃത കുടിയേറ്റക്കാരോട് മനുഷ്യത്വപരമായ ഇടപെടൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ വിമാനത്തിൽ മടങ്ങിയെത്തിയവരെയും പുരുഷന്മാരെ വിലങ്ങുകൾ അണിയിച്ചിരിക്കുന്നു. സ്ത്രീകളെ എന്നാൽ വിലങ്ങുകൾ അണിയിച്ചിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം എന്നാൽ രണ്ടാമത്തെ വിമാനം വന്ന ശേഷമുള്ള പ്രതികരണം വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും നടത്തിയിട്ടില്ല. പഞ്ചാബ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരവും കണക്കുകളുമാണ് ഇപ്പോൾ നമ്മുടെ കൈവശമുള്ളത്. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. KV നന്ദൻ പറയുന്നു, കൈവിലങ്ങ് ഇല്ലാതെ വന്നാൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും? നന്ദനൻ, കൈവിലങ്ങില്ലാതെ പോലീസ് സംരക്ഷണത്തോടെ അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ ജാഗ്രതയോടെ വരുന്നൊരു സംഘം എന്ത് ചെയ്യുമെന്ന് അങ്ങനെയൊക്കെ അതൊക്കെയല്ലേ നമ്മൾ ജീവിതത്തിലെടുക്കേണ്ട ഒരു റിസ്ക്. എന്തായാലും കൈവിലങ്ങില്ലാതെ ഇന്ത്യയിലേക്ക് അവരെ ഒരു സൗഹൃദ രാജ്യം എന്നുള്ള നിലയിൽ അമേരിക്ക കടത്തിവിടാമായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. കാര്യം നമ്മളൊരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കുമ്പോൾ അത് നിയമപരം അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറ്റവാളി തന്നെയാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും ആളുകൾ ഒരുപാട് മുങ്ങിക്കളയുന്നുണ്ട് അമേരിക്ക പോയിട്ട്. അതൊക്കെ നിയമവിരുദ്ധമായ നടപടിയാണ്. അതിനെതിരെ സർക്കാർ തീരുമാനമെടുത്താൽ നമുക്ക് അമേരിക്കൻ ഗവൺമെൻറ് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതേസമയം അവരോട് ഒരു കുറ്റവാളിക്കും തടവുകാരനും ഒക്കെ നൽകുന്ന മാന്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന കാര്യത്തിൽ അന്തർദേശീയ നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ.